Positive with Ramesh Payanur, an energy-packed drive time show. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ബി പോസിറ്റീവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ബി പോസിറ്റീവിൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ സാമ്പത്തിക വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ബർജിയിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ഒരു 4 ആഴ്ചയായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സ്വരം കേട്ടതേയില്ല. ഇന്ന് അദ്ദേഹം വീണ്ടും സജീവമാവുകയാണ് ബി പോസിറ്റീവിലൂടെ. Special guest. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷംസുദ്ദീൻ. ഗുഡ് മോർണിംഗ് രമേശ് ജി. ഓക്കെ, ഒരു നീണ്ട ഇടവേള അല്ലേ? ഒരു മാസം നാട്ടിൽ നിന്നു. അതിൽ 7 ദിവസം ക്വാറന്റൈൻ ആയിരുന്നു. അങ്ങനെ എങ്ങനെയുണ്ട് നാട്ടിലെ സ്ഥിതി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. അതിലിടയ്ക്ക് ഒരു ന്യൂ ഇയർ മൊബിലിറ്റി. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ ഈ സെൻസെക്സ് നോക്കുമ്പോ തന്നെ അത് 48,000 കടന്ന് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതെ, മാർക്കറ്റ് 1-ാം തീയതി ആരംഭിച്ചത് തന്നെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന അത് തന്നെയാണ്. അതേസമയത്ത് 2020 നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2 എക്സ്ട്രീം നമ്മൾ കണ്ടു. അതായത് ഏപ്രിൽ മാസത്തിലെ മാർക്കറ്റ് അങ്ങനെ ഉയർന്നു വന്നു, കുത്തനെ ഇടിഞ്ഞ് നേർപകുതിയിലേക്ക് വന്നു. 23,000 കൂപ്പ് കുത്തി. പിന്നെ അവിടുന്ന് വീണ്ടും ഉയർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് ഡിസംബർ ആവുമ്പോഴേക്ക് ഓൾമോസ്റ്റ് എവറി ഡേ എന്ന് പറയാം റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതെ, ഈ നിഫ്റ്റിയിലും 14,000 ക്രോസ് ചെയ്തല്ലോ. അതെ, 14,000 ക്രോസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 1-2 ദിവസം കൊണ്ട് 48,000 48,000 ക്രോസ് ചെയ്യും എന്നാണ് തോന്നുന്നത്. കാരണം 2025 ആവുമ്പോഴേക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് 50,000 എത്തുന്നൊക്കെ ചില ശ്രുതി ഉണ്ടായിരുന്നു. അന്ന് അതൊന്നും ആളുകൾ വിശ്വസിച്ചില്ല. പക്ഷെ 2025 കാത്തിരിക്കണ്ടെന്നാ തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അത്രമാത്രം വിശ്വാസം നൽകുകയാണ്. സർവകാല റെക്കോർഡാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഒഴുകുന്നതിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വളർച്ചയാണ് ഉണ്ടായത്. അതെ, ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, ഫണ്ടുകൾ ഒഴുകുന്നത്. അതേസമയത്ത് വാക്സിൻ ഒരു പ്രധാന ഘടകമാണ്. ലോകം മുഴുവൻ വാക്സിന്റെ ഉപയോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെയധികം മാറ്റം വരും. അത് ലോകം മുഴുവൻ ആ ഒരു ചേഞ്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമുക്കറിയാം, UAE നമ്മൾ ഇവിടെ നിവസിക്കുമ്പോൾ ഇവിടെയും വാക്സിൻ എടുത്തു തുടങ്ങി. എല്ലാവരും രജിസ്റ്റർ ചെയ്യലും എല്ലാം തുടങ്ങിയിരിക്കുന്നു. പ്രായമായിട്ടുള്ള ആളുകൾക്ക്, സാധാരണ ആളുകളില് പ്രായമായിട്ടുള്ള എബോവ് 60 ആണ് മുൻഗണന കൊടുക്കുന്നത്. നമുക്കൊരു പ്രധാന കാര്യം നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ട്. കാരണം 2020 എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു വർഷമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. 2019 ഡിസംബർ 29-ാം തീയതിയാണ് ഒരു പാൻഡമിക് ലോകത്ത് വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായത്. അന്ന് ആർക്കും അറിയുമായിരുന്നില്ല എന്താണ് ഈ പാൻഡമിക്, എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ, എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് എത്രയോ ആളുകൾ, നമ്മളുടെ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞു. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എവറി ഡേ എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയുന്ന ആളുകൾ നമ്മളെ വിട്ടുപിരിയുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ എത്രയോ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ആളുകൾ നാട്ടിലേക്ക് നിർബന്ധമായി പോകേണ്ടതായി വന്നു. ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറിമറിഞ്ഞു പോയി. അതെ, ടോട്ടൽ ചേഞ്ചസ് ആണ്. എല്ലാ വ്യക്തികളുടെയും സിസ്റ്റം തന്നെ മാറി. കംപ്ലീറ്റ് സിസ്റ്റം തന്നെ കുത്തിമറിഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ വളരെയധികം പാഠങ്ങൾ
പഠിക്കാനുള്ളൊരു സമയമായിരുന്നു, ഒരു വർഷമായിരുന്നു 2020 എന്ന് പറയുന്നത്. ഒരു വിഭാഗം ആളുകൾ സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹുഭൂരിപക്ഷം അതൊന്നും ആവശ്യമില്ല. നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത് സുഖമായി ജീവിക്കാനാണ്, ആഡംബര ജീവിതം നയിക്കാനാണ്. ഇവിടെ ചുരുങ്ങിയ കാലേ ഭൂമിയിൽ ജീവിക്കുള്ളൂ, അത് ആസ്വദിക്കുക. എന്തിനാണ് പണം? പണം ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് കടം മേടിച്ച് ചെയ്തിരുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഇരുട്ടടി പോലെയാണ് കോവിഡ് വന്നപ്പോൾ ഉണ്ടായത്. ഇത് തീർച്ചയായിട്ടും ഇപ്പൊ ഷംസുക്ക പറഞ്ഞത് വളരെ കറക്റ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ഞാൻ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നുണ്ടല്ലോ, പിന്നെ കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവരൊക്കെ വലിയൊരു പാഠം പഠിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. കാരണം പലരും അങ്ങനെ പറഞ്ഞ പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെട്ടു പോയി, പല ആളുടെയും ജീവിതം മാറിമറിഞ്ഞു, വഴിമുട്ടി, കയ്യിൽ പൈസയില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. രമേശ് ജി, കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഓർക്കാൻ പോലും വിഷമുള്ളതാണ്. അതായത് 5 അക്ക സംഖ്യ ശമ്പളം മേടിച്ചിരുന്ന ഒരു വ്യക്തി, ഒരു ഉദാഹരണം ഞാൻ പറയുന്നു, 5 അക്ക സംഖ്യ ശമ്പളം കിട്ടിയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് 1,50,000 വാടക ഉള്ള വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഊഹിക്കാം എത്ര ആയിരിക്കും അദ്ദേഹത്തിന്റെ ശമ്പളം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു വ്യക്തി ചെക്ക് മടങ്ങി പ്രശ്നമായിട്ട് ഭാര്യയും കുട്ടികളും എല്ലാം പ്രശ്നമായി ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തില് അദ്ദേഹത്തിന് വലിയൊരു സംഖ്യ ആരെങ്കിലും സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാൾക്കും ഒരാളെയും സാമ്പത്തികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നില്ല. ഇന്ന് സഹായം ലഭിക്കുന്നത് പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. ജോലി നഷ്ടപ്പെട്ടിട്ടും ശമ്പളം കിട്ടാതെയും അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം എത്തിക്കാനൊക്കെയാണ് ആളുകൾ സഹായിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ വ്യക്തി എന്നോട് പറയണ, ഷംസുദ്ദീൻ, കുറച്ചു ദിവസത്തേക്കുള്ള ഫുഡെങ്കിലും എത്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം എവിടെയാണ് ആ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ നമുക്ക് ധാരാളം നിരതരായിട്ടുള്ള സാമൂഹിക പ്രവർത്തനം നടന്നിരുന്നല്ലോ ആ സമയത്ത്. അങ്ങനെ ഒരു ഗ്രൂപ്പില്, നന്മ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പില് എന്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞപ്പോ ഉടനെ ഒരു മണിക്കൂറിനകം അദ്ദേഹം 15 ദിവസത്തേക്കുള്ള ഫുഡ് എത്തിച്ചു കഴിഞ്ഞപ്പോ അത് കൊണ്ടുപോയി കൊടുത്ത ആ പ്രവർത്തകനെ ഇദ്ദേഹം കെട്ടിപ്പിടിച്ച് കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുക്കുകയായിരുന്നു. അല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും ധാരാളം നടന്നിട്ടുണ്ട്. കാരണം സംഭവങ്ങളാണ് ഇങ്ങനെയുള്ളത് നടന്നിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ. അല്ല, അത് വലിയ തോതില് വലിയ എന്താണ് പറയാ, അന്തസ്സോടെ നിലവാരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ കഥയാണ് ഈ പറയുന്നത്. അപ്പോ സാധാരണക്കാരുടെ സ്ഥിതി നമുക്ക് ചിന്തിക്കാനേ പറ്റൂ. അതേസമയത്ത് നമ്മൾ ലേബർ ക്യാമ്പിലൊക്കെ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പോഴൊക്കെ അതിൽ നിന്ന് അല്പം മാറ്റം വന്നിരിക്കുന്നു. അല്ല, ഇവിടുത്തെ എല്ലാ സംഘടനകളും അവർക്കൊക്കെ ഭക്ഷണം എത്തിക്കാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാൻ എല്ലാവരും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ സംഘടനകളും 2020 അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും എല്ലാ സംഘടനയും മുക്തകണ്ഠം പ്രശംസിക്കുകയും അവർക്ക് ജീവിതത്തിൽ അവർ ചെയ്ത നന്മയ്ക്ക് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും. അതേസമയം എനിക്കൊരു പ്രധാന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മൾ പാഠം പഠിച്ചിരിക്കുന്നു. കോവിഡ് വളരെയധികം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. നമുക്ക് പല കാര്യങ്ങളും അനിവാര്യമല്ല, അതില്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. അല്ല, ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലുള്ളത് മനസ്സിലാക്കിയല്ലോ, എനിക്ക് അതില്ലെങ്കിലും ജീവിക്കാം, പഠിച്ചിരിക്കുകയാണ്. അതെ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. നമ്മൾ വിദേശ നാടുകളിൽ വന്ന് ജീവിക്കുമ്പോ
നമ്മൾ ഉദ്ദേശം നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വന്നത്. പക്ഷെ ഇത് ശാശ്വതമല്ല എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഏത് സമയത്തും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തകിടം മറിയാം എന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കിയതാണ്. അതിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. ഈ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി എല്ലാം വിസ്മരിക്കുക. പക്ഷെ ഈ ഒരു ന്യൂ ഇയർ മുതല് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നാളെ ഒരു തിരിച്ചുപോക്കുണ്ട്. അതിനുവേണ്ടി നിർബന്ധപൂർവം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ കേൾക്കുന്ന ഓരോ ശ്രോതാക്കളും ചെയ്യേണ്ടത്, ഇതിനൊരു വിട്ടുവീഴ്ച നടത്തരുത്. നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണോ അതിൽ നിന്ന് ഫാമിലി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ 20% മാറ്റിവെക്കുക. എന്നിട്ട് തീരുമാനം എടുക്കുക. അത് കഴിച്ചു ബാക്കി വരുന്നതാണ് എന്റെ വരുമാനം. അതിൽ ഞാനും എന്റെ ഭാര്യയും മക്കളും കൂടി ജീവിക്കും. അതിൽ ഒതുങ്ങി ജീവിക്കും. എന്റെ നാട്ടിലെ ചെലവുകളും അതിലൊതുക്കും എന്നൊരു വളരെ കണിശമായ തീരുമാനം എടുക്കുക. അതേസമയത്ത് ഫാമിലി നാട്ടിലുള്ളവരാണെങ്കിൽ കിട്ടുന്ന വരുമാനം എത്ര ആണെങ്കിലും ഒരുപക്ഷെ എന്നോട് ചോദിക്കും, ഇത്രേ കിട്ടുന്നു, അതിൽ നിന്നെങ്ങനെ? അത് സാധിക്കും എന്റെ സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും 30% മാറ്റിവെക്കുക. ബാക്കിയുള്ളതാണ് എന്റെ വരുമാനം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുക. അതിൽ നമ്മുടെ ചെലവുകൾ ഒതുക്കാൻ നോക്കുക. അല്ല എനിക്ക് തോന്നുന്നു അത് ഇനി കുറച്ചും കൂടെ ഈസി ആയിരിക്കും ആൾക്കാർക്ക്. കാരണം ഈ പലർക്കും അവരുടെ ശമ്പളത്തിൽ നിന്നും ഷംസുക്ക പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 20% കുറവ് വന്നു ശമ്പളത്തിൽ പല ആൾക്കാർക്ക്. അപ്പൊ ആ ശമ്പളം കൊണ്ട് ജീവിക്കാൻ അവർ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി കുറച്ചും കൂടി നല്ലൊരു അന്തരീക്ഷം വരുന്ന സമയത്ത് അവർക്ക് അത്രയും തുക മാറ്റിവെക്കാനും പറ്റും. സാധാരണ രമേശ് ജി, ഞാൻ എല്ലാ ക്ലാസ്സുകളിലും നേരിട്ട് ക്ലാസ്സുകൾ നടത്തുമ്പോഴും വെബിനാർ നടത്തുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും കാരണവശാൽ ഈ നാട്ടിൽ വാച്ച് വന്ന പോലെ കുറെ കാലം പറഞ്ഞു കേട്ട് പിന്നീട് അത് വാറ്റ് വന്നു, ഇംപ്ലിമെന്റ് ചെയ്തു എന്നതുപോലെ ഇപ്പൊ ഒമാനിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് റെമിറ്റൻസ് ടാക്സ് വന്നേക്കും എന്ന്. വരാതിരിക്കട്ടെ, ഞാൻ ചോദിക്കാറുള്ളത് അങ്ങനെ ഒരു 20% റെമിറ്റൻസ് ടാക്സ് വരണം നമ്മൾ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ അല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് 20% കട്ട് ചെയ്തിട്ടേ കിട്ടുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ ഒരാളും പറയില്ല തിരിച്ചു പോകുന്ന. ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുള്ളത്, എങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കുക? നിങ്ങളല്ലേ പറഞ്ഞത് ചെലവിന്റെ ആധിക്യം കൊണ്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ 20% കുറഞ്ഞാൽ അപ്പൊ പറയും അഡ്ജസ്റ്റ് ചെയ്യും എന്ന്. ചെലവുകളെ അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെ ജീവിക്കും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു മാസം ജനുവരി മുതൽ നമ്മൾ ചെയ്തു തുടങ്ങണം. നമ്മൾ ഈ 20% 30% എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം മാറ്റിവെക്കുകയും അത് കൃത്യമായിട്ട് ഏതെങ്കിലും നല്ല മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ചെയ്തോളൂ. കാരണം എന്തുകൊണ്ട് SIP ആയിട്ട് ചെയ്തോളാൻ പറയുന്ന ചെറിയ സംഖ്യ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളതും ഏറ്റവും ഗ്രോത്ത് കിട്ടുന്നതുമായ ഒരു മാർഗം അതായത് കൊണ്ടാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സഹോദരികൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം. ഒരുപക്ഷെ ഫേസ്ബുക്കിൽ കേൾക്കുന്നുണ്ടാവും, യൂട്യൂബിൽ കേൾക്കുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ പിന്നീട് കേൾക്കും. അപ്പോഴൊക്കെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്തായാലും ശരി, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ മാസം മുതൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങളത് ചെയ്യുമെന്ന്. നിങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും സുഹൃത്തുക്കളെ. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്ത് അവർ തന്നെ വിശ്വസിക്കാത്ത ഒരു സംഖ്യ അവരുടെ കയ്യിലെത്തിയിരിക്കുകയാണ്. ഒരു വോയിസ് മെസ്സേജ് രമേശ് ജിക്ക് അയച്ചു തന്നിരുന്നില്ലേ? എത്രയോ ചെറിയ ശമ്പളം മേടിക്കുന്ന ഒരാളാണ്, തുച്ഛമായിട്ടുള്ള ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഉറുപ്പിയയിൽ തുടങ്ങിയതല്ലേ അദ്ദേഹം. അതെ 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 35 ലക്ഷം ഉറുപ്പിക കൈവശമുള്ള ഒരു വ്യക്തിയായി മാറി. അത് തന്നെ. അതുപോലെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പിന്നെ ഇനി ശ്രോതാക്കളുടെ കോൾസ് കൂടെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ശ്രോതാക്കളുടെ കോൾസ് കൂടെ അറ്റൻഡ് ചെയ്യാം. എല്ലാവരും ഈ തീരുമാനത്തിൽ അടിയുറച്ചൊരു തീരുമാനം എടുക്കുക. മനസ്സുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്നൊരു പ്രതിജ്ഞ എടുക്കുക. ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് 20 അല്ലെങ്കിൽ 30 ഏതാണോ
നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാമെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുക പ്രിയരെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകും. ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും നിങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു ചെറിയ ഇടവേള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീ കെ വി ഷംസുദ്ദീൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഈ നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ്. നമ്മൾ പല പ്രതിജ്ഞകളും പുതുവർഷത്തിൽ എടുക്കാറുണ്ട്. മാത്രമല്ല പലരും ശമ്പളത്തിന്റെ 10%, 20% ഒക്കെ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ശമ്പളം സ്വീകരിക്കുന്നത്. കാരണം പല കമ്പനികളും ശമ്പളം കട്ട് ചെയ്തല്ലോ പല ആൾക്കാർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയും ജീവിക്കാൻ പറ്റും നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 10%, 20%, 30% മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ശ്രീ കെ വി ഷംസുദ്ദീൻ പറഞ്ഞ ചില വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം. ഇതുവരെയും നിങ്ങൾ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളോ സമ്പാദ്യശീലമോ ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെ ആരംഭിക്കാം, നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് രീതിയിൽ നിക്ഷേപങ്ങളാകാം, ഇതേക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ കെ വി ഷംസുദ്ദീനോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 07-226-1476 07-226-1476 എന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ശ്രീ കെ വി ഷംസുദ്ദീൻ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. ഹലോ ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് അജിൽ. അജിൽ, ഓക്കെ അജിൽ, ശ്രീ കെ വി ഷംസുദ്ദീൻ നമ്മളോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം അഖിൽ, എവിടുന്നാ വിളിക്കുന്ന? ഞാൻ ഷാർജയിൽ നിന്നാണ്. ഓക്കെ, എത്ര വർഷമായി ഷാർജയില്? ഞാൻ UAE ഇപ്പോ 7 വർഷമാകുമ്പോ വന്നു. ഒമാനിലൊരു 14-15 വർഷം ഉണ്ടായിരുന്നു. ഓ, 21 വർഷമായി ടോട്ടൽ. അതെ അതെ. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെയുണ്ട് ലൈഫ്? ബാലൻസ് ഒന്നുമില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി, അത്രേ ഉള്ളൂ. ബാലൻസ് ഉണ്ടാവേണ്ട കാര്യമാണ് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. കട ഉണ്ടോ? ഇല്ല, കടമൊന്നുമില്ല. വീട് വെച്ചോ? വീടെല്ലാം വെച്ചു, അതെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇനി എനിക്ക് അറിയേണ്ടത്, ഞാനൊരു പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് ചെയ്തോ? ഇതുവരെ ചെയ്തില്ല. അല്ല, ഇന്നിപ്പോ ഈ പ്രോഗ്രാമിന്റെ ആരംഭത്തില് പറഞ്ഞു, ശ്രോതാക്കളോട് പറഞ്ഞത് അതാണ്. ഇന്ന് ഈ നിമിഷത്തില് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചൊരു പ്രതിജ്ഞ ചെയ്യണമെന്നാ പറഞ്ഞത്. അത് ചെയ്തോ? ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ചെയ്യണം. അല്ല, ഇന്ന് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ചെയ്യാം, ഓണറിൽ ചെയ്യാം. ഫാമിലി ഇവിടെ ഉണ്ടോ? നാട്ടിലാണോ? ഫാമിലി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിർദ്ദേശിച്ചത് 20% ശമ്പളത്തിന്റെ 20% മിച്ചം വെക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് തീരുമാനിച്ചത്. ആ തീരുമാനം എടുക്കുന്നുണ്ടോ ഈ നിമിഷത്തില്? എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നാ താങ്കളുടെ നാവ് കൊണ്ട് പുറത്തേക്ക് വരട്ടെ. ഈ പ്രോഗ്രാം കേട്ടതിന്റെ ഫലമായിട്ട് ഞാനിതാ എന്റെ വരുമാനത്തെ 20% മാറ്റിവെക്കുന്നു. താങ്കൾ തന്നെ പറയൂ. ശരി. ഈ പ്രോഗ്രാം കേട്ടതിന്റെ അനുഭവത്തിൽ ഞാൻ എന്റെ ശമ്പളത്തിന്റെ 20% ഇന്നു മുതൽ മാറ്റിവെക്കാൻ തീരുമാനിച്ച കാര്യം എല്ലാ ലിസണേഴ്സിനെയും അറിയിച്ചുകൊള്ളുന്നു. വെരി ഗുഡ്. വളരെയധികം സന്തോഷമുണ്ട് അഖിൽ. താങ്കളുടെ ഈ പ്രതിജ്ഞ നിഷ്പ്രയാസം താങ്കൾക്ക് സാധിക്കും. മാത്രമല്ല, അടുത്ത വർഷത്തെ ഇതേ പ്രോഗ്രാമിൽ താങ്കൾ വിളിച്ചു പറയും 20% കൂടുതൽ ഞാൻ മാറ്റിവെച്ചു, നിക്ഷേപമാക്കി മാറ്റി എന്ന് പറയും. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ നിമിഷത്തില്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ബാധകമാണ്. എല്ലാവർക്കും അഖിലിനെ പോലെ പ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരിക്കണം. എന്തായാലും അഖിൽ ഇനി ചെയ്യേണ്ടത്, താങ്കൾ ഷാർജയില് ആണല്ലോ, താങ്കളുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലേ? പാൻ കാർഡ് ഇല്ല, നാട്ടിലാണ്. പാൻ കാർഡിന്റെ കോപ്പി മതി. അപ്പൊ പാൻ കാർഡിന്റെ കോപ്പിയും മറ്റുമായിട്ട് വരിക. അടുത്ത മാസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഈ 20% ഒരു SIP ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ 21 വർഷം വിദേശത്ത് ജീവിച്ചു എന്ന് പറഞ്ഞാൽ 45 വയസ്സെങ്കിലും ഉണ്ടാവില്ലേ? 48 വയസ്സ് കഴിഞ്ഞു. 48 വയസ്സായി. അപ്പോ ഇനി 48 വയസ്സാണെങ്കിൽ ഇനി 12 വർഷം മാക്സിമം ഇവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. അതെ അതെ. ഇനിയും അത് ചെയ്തില്ലെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, എത്ര മക്കളാ ഉള്ളത്? എനിക്ക് 2 പേര്. അവരെ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരിക, നമ്മൾ സുഖമായി സന്തോഷത്തിൽ ജീവിക്കുക. അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ ഒരു 12 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ 75,000 ഉറുപ്പിയല്ലാതെ ഒരു മാസം ജീവിക്കാൻ പറ്റില്ല അഖിൽ.
12 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി നാട്ടിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഒരു കൊച്ചു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഇന്നത്തെ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ മിനിമം 75,000 ഉറുപ്പ്യ വേണ്ടി വരും. ഒന്ന് ആലോചിച്ചു നോക്കുക, അതില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന്. അത്രയും വരുമാനം കിട്ടാൻ ഒരു മാർഗം ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഓരോ ശ്രോതാവും ചിന്തിക്കേണ്ട കാര്യമാണത്. കാരണം 60 വയസ്സിലൊക്കെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ജോലിയാ ചെയ്യാൻ സാധിക്കുക? നാട്ടില് ഏത് തരത്തിലൊരു വരുമാനം കിട്ടുക? നമുക്കൊരു ജോലി ചെയ്യാൻ സാധിക്കുമോ? ആരെങ്കിലും ജോലി തരുമോ? അതെ അതെ. ഓക്കെ, താങ്കള് ഒരു കാര്യം കൂടി ചെയ്യൂ. താങ്കളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് ഞങ്ങളുടെ റേഡിയോ ഷോയുടെ വാട്സപ്പിൽ ഒന്ന് അയച്ചു തരൂ. 050-482-1476. അതിലേക്കൊന്ന് ഡീറ്റെയിൽസ് ഇപ്പൊ ഈ പ്രോഗ്രാം തീർന്നതിന് മുമ്പേ എനിക്കൊന്ന് അയച്ചു തരൂ കേട്ടോ. കാരണം താങ്കൾ വലിയൊരു മാതൃകയാണ് കാണിച്ചത് അഖിൽ. ഒരു അഖിലല്ല ഈ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരിക്കുക. താങ്കൾ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് താങ്കളോടൊപ്പം ലക്ഷങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും താങ്കളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവിധ അനുഗ്രഹവും ആശംസിക്കുന്നു. ദൈവം താങ്കളുടെ ഒപ്പം ഉണ്ടാവും താങ്കളെ സഹായിക്കാൻ. തീർച്ചയായിട്ടും. ഒറ്റ കാര്യമേ ഉള്ളൂ, താങ്കൾ ദാനധർമ്മങ്ങൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. താങ്കൾ എത്ര പണം ഉണ്ടാക്കുന്നോ അതിൽ നിന്നൊരു അംശം അർഹരായവർക്ക് ദാനം ചെയ്യൂ. അതെ, ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വരുമാനത്തിന്റെ ഒരു അംശം നമ്മൾ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുക തന്നെ വേണം. അടുത്ത ആളിലേക്ക്. ഹലോ. നമസ്കാരം. നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് നിസാം. നിസാം, എവിടുന്നാ? ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ദുബായിൽ നിന്ന്. പറയൂ നിസാം. നിസാം, എത്ര വർഷമായി ഇവിടെ ദുബായില്? 13 വർഷമായി. എത്ര? 13 വർഷം. 13 വർഷം. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെയുണ്ട്? എന്തെങ്കിലുമൊക്കെ മിച്ചം വെക്കാൻ സാധിച്ചോ? അല്ല, ഇതുവരെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ മെച്ചമല്ല, കുറച്ച് നമ്മളിങ്ങനെ സേവിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. വഴി മറ്റുള്ള അങ്ങനെയൊക്കെയായിരുന്നു. പ്രോഗ്രാമിന്റെ ആദ്യം മുതൽ കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനും ഞങ്ങൾ പറഞ്ഞതുപോലെ ഫാമിലി ആയിട്ടാണോ അവിടെ ജീവിക്കുന്നത്, അല്ല ഫാമിലി ഇല്ലാതെയാണോ? ഇപ്പോൾ വിസിറ്റിനുണ്ട്. വിസിറ്റില്ല. തിരിച്ചു പോകുന്നതാണ്. അപ്പൊ 30% മാറ്റിവെക്കേണ്ട കാറ്റഗറിയാണ് താങ്കള്. 30 കുറച്ച് ലോണൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 20% മാറ്റണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ അതങ്ങ് പ്രതിജ്ഞയായിട്ട് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിന് മുന്നേ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ബാക്ക് അടിച്ചതാ. ഞാൻ ഷാർജ ബർജീലിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയായിരുന്നു. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ? സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. അതാ. അപ്പൊ പിന്നെ അത് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് നമ്മൾ ശരിയാക്കേണ്ടത്. അതിനുള്ള പുഷാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നു. എന്നുള്ളൊരു ധാരണയിലാണ് വീണ്ടും വിളിച്ചത്. അപ്പൊ 20% താങ്കൾ മാറ്റിവെക്കാൻ സാധിക്കുന്ന പറഞ്ഞ അതൊരു പ്രതിജ്ഞയായിട്ട് പറഞ്ഞൂടെ? അതെ, 20% തീർച്ചയായും. ഞാൻ ഈ നമ്മുടെ ഒരു SIP ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മാറ്റാൻ തീരുമാനിച്ചിട്ട് ഈ നിമിഷം. അതൊരു പ്രതിജ്ഞ അല്ലേ? പ്രതിജ്ഞ തന്നെയാണ്. ഓക്കെ. ആ കൂട്ടത്തില് നിസാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് ഞങ്ങളുടെ വാട്സപ്പിൽ അയച്ചു തരണം. 050-482-1476 കേട്ടോ. നിങ്ങളൊക്കെ താരങ്ങളാവാൻ പോവാണ്. അതെ, ഇപ്പൊ ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പേ തന്നെ എനിക്ക് അയച്ചു തരണം കേട്ടോ. 050-482-1476. അതെ. ഓക്കെ, ഞാൻ ഇപ്പൊ അയക്കാം. ഓക്കെ, ഇപ്പൊ തന്നെ ഡീറ്റെയിൽസ്. അടുത്ത ആളിലേക്ക് പോവാം രമേശ്. തീർച്ചയായിട്ടും. അടുത്ത ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ. ഹലോ സാർ, എന്റെ പേര് നിസാറുദ്ദീൻ എന്നാണ്. നിസാറുദ്ദീൻ, പറയൂ. എവിടുന്നാ? ഞാന് ഫുജൈറ എന്നാണ് സാർ. എത്ര വർഷമായി നിസാറുദ്ദീൻ? ഞാന് സാറേ ഇവിടെ 15 വർഷമായി. എത്ര? ടോട്ടൽ 15 വർഷമായി സാർ. നാട്ടിൽ വീട് വെച്ചോ? നാട്ടിൽ ഒന്നും ഉണ്ടാക്കിയില്ല സാറേ. 15 വർഷമായി വീടും വെച്ചിട്ടില്ല? ഇല്ല സാറേ. ഫാമിലി ഇവിടെ ഉണ്ടോ? ഫാമിലി ഇല്ല. ഞാന് ആദ്യം വന്നത് ദുബൈയിൽ ഒരു കമ്പനിയിലാണ്. അപ്പൊ കമ്പനിയിൽ വന്നിട്ട് എനിക്ക് കുറഞ്ഞ ശമ്പളമായിരുന്നു. ഇപ്പൊ നല്ല ശമ്പളം കിട്ടുന്നില്ലേ? ഇപ്പോഴും ഞാൻ അങ്ങനെ കുറഞ്ഞ ശമ്പളത്തിലാണ് ആദ്യം ജോലി ചെയ്തത് ഇത്രയും കാലം. ഇപ്പോഴേ മോശമില്ലാത്ത ശമ്പളം കിട്ടുന്നില്ലേ? ഇപ്പോഴും ഞാനൊരു പുതിയ ജോലി കിട്ടി. 2500 ദിർഹംസ് സാലറി ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് മാറ്റിവെക്കാൻ സാധിക്കും? അതിൽ നിന്ന് എനിക്ക് ഒരു 1000 ദിർഹംസോളം മാറ്റിവെക്കാൻ പറ്റും. 1000 ദിർഹം എന്ന് പറഞ്ഞാൽ 20,000 ഉറുപ്പിയാണ്. അതെ അതെ. 20,000 ഉറുപ്പിയ താങ്കള് അടുത്ത 10 വർഷം മാറ്റിവെച്ചാൽ
10 വർഷം പറ്റൂല സാറേ. കാര്യം എനിക്ക് ഇന്ന് വരെ എനിക്കൊരു 5 സെന്റ് മണ്ണോ വീടോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അല്ല, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 10 വർഷം മാറ്റി വെച്ചാലും എന്റെ കുടുംബം ഇനി എനിക്കൊരു 10 സെന്റ് മണ്ണ് വാങ്ങണം. അതിന് വേണ്ടി അത് ഉണ്ടാവാനുള്ള കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. 10 വർഷം മാറ്റി വെച്ചാൽ 24 ലക്ഷം ഉറുപ്പിയാണ് താങ്കൾ മിച്ചം വെക്കുന്നത്. അതെ. 24 ലക്ഷം ഉറുപ്പിക മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 ലക്ഷത്തിന്റെ തോതിലെത്തും. ഓക്കെ. 40 ലക്ഷം ഉറുപ്പിക താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കൊച്ചു സ്ഥലം വാങ്ങിക്കാം. അതുപോലെ തന്നെ പിന്നീട് ശ്രമം നടത്തിയാൽ ചെറിയ വീട് വെക്കാം. ഞാനിപ്പോ നാട്ടിൽ പോയ സമയത്ത് 2.5 സെന്റ് ഭൂമിയില് 3 ബെഡ്റൂമുള്ള വീടുണ്ടാക്കിയത് ഞാൻ കണ്ടു. ഇനി കേരളത്തിൽ അങ്ങനൊക്കെ സാധിക്കുള്ളൂ. സാർ നമുക്കൊരു ഒരു 3-4 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് മാക്സിമം 10 സെന്റ് മണ്ണ് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അത് എന്ത് വിലക്ക് വാങ്ങിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമ്മുടെ നാട്ടില് 25,000 ഉറുപ്പികയ്ക്ക് ഒരു സെന്റ് ഭൂമി കിട്ടും, 2.5 ലക്ഷത്തിന് കിട്ടും. പലതരത്തിലാണ് കിട്ടുക. അപ്പൊ ഇതിനൊന്നും കൂടുതൽ പണം ചെലവാക്കാതിരിക്കുക. അതെ, കുറഞ്ഞ നിലയ്ക്ക് കിട്ടുന്ന ഭൂമിയാണ് നോക്കേണ്ടത്. കുറെ അകലെ പോയാലും കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും റോഡുകൾ, പഞ്ചായത്ത് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും റോഡ് സൗകര്യമുള്ള ചെറിയ സ്ഥലത്ത് ചുരുങ്ങിയ വിലക്ക് കിട്ടുന്ന ഭൂമി, അതും വല്ലതും കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള മണ്ണായിരിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതെല്ലാം താങ്കൾക്ക് സാധിക്കും. അപ്പൊ ഈ 1000 ഉറുപ്പിക വെച്ച് ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് 1000 ദിർഹം, അതായത് 20,000 ഉറുപ്പിക വെച്ച് താങ്കൾ ആരംഭിക്കുക. ഓക്കെ. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്യുക. തീർച്ചയായും ഞാൻ സാറിനെ ഇതിന് മുന്നേ ഒരിക്കൽ വിളിച്ചിട്ടുണ്ട് സാറിന്റെ. അപ്പോ ഇതൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല, ആക്ഷൻ ആണ് പ്രധാനം. തീർച്ചയായും തീരുമാനം എടുക്കലാണ്. അതെ. അപ്പോ അഖിലും നിസാമും മറ്റും ചെയ്ത പോലെ താങ്കളോടും എനിക്ക് പറയാനുള്ള ഒരു പ്രതിജ്ഞ ചെയ്യുക. എല്ലാ ശ്രോതാക്കളും കേൾക്കട്ടെ. ഞാനിതാ ഈ പ്രോഗ്രാം കേട്ടതിന്റെ ഫലമായി. അതെ, ഞാനിന്നിപ്പോ ഓഫീസിൽ വന്നിട്ട് ഈ പ്രോഗ്രാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് അപ്പോഴും തന്നെ കേട്ട ഉടനെ എനിക്കും എന്റെ മനസ്സിൽ കുറെ നാളുകൊണ്ട് ഈ പ്രോഗ്രാം, സാറിന്റെ പ്രോഗ്രാമുകൾ കേൾക്കുന്നുണ്ട് ഒരുപാട്. അപ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി, എനിക്ക് 3 മക്കളുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണമെന്നുള്ളൊരു ആഗ്രഹം, വലിയ ആഗ്രഹമാണ്. എനിക്ക് എന്റെ ഉപ്പായും വാപ്പായും ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, അവരെ കൊണ്ട് കഴിഞ്ഞില്ലായിരുന്നു ആ കാലത്ത്. അതെ. അപ്പൊ എന്തായാലും താങ്കൾ ഒരു പ്രതിജ്ഞ, ഈ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അവരെ മുമ്പിൽ താങ്കൾ ഒരു പ്രതിജ്ഞ ചെയ്യൂ. ഈ മാസം മുതൽ എന്റെ ഒരു ഓഹരി, എന്റെ ശമ്പളത്തിന്റെ ഒരു ഓഹരി ഞാൻ 1000 ദിർഹം തന്നെ പറയും. 1000 ദിർഹംസ് തന്നെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ്, എന്റെ കുടുംബത്തിനും ഫാമിലിക്കും. താങ്കള് മക്കൾക്ക് വേണ്ടി മാത്രമല്ല, താങ്കൾക്കും താങ്കളുടെ ഭാര്യയും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, മാതാപിതാക്കൾക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് അതിനോട് ആഡ് ചെയ്യാനുള്ളത്, താങ്കൾ എത്ര ഉണ്ടാക്കിയാലും അതിൽ നിന്നൊരു ഭാഗം ദാനധർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാറേ ഇത്ര ഈ 15 വർഷമായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ. അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും. ഇപ്പൊ താങ്കൾ ഈ തീരുമാനിച്ച തീരുമാനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ദൈവം താങ്കളുടെ ഒപ്പം ഉണ്ടാവും. താങ്കളുടെ സഹോദരങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക്. അത് തന്നെ ഏറ്റവും മഹത്തായ കാര്യമല്ലേ? കാര്യമാണോ? ഇനി ഇപ്പോൾ താങ്കൾ നടത്തിയ ഈ പ്രതിജ്ഞയുണ്ടല്ലോ, വെറും 2500 ദിർഹം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തി അതിൽ നിന്ന് 1000 ദിർഹം മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ, ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവർ അതിനേക്കാൾ എത്രയോ ഉയർന്ന ശമ്പളം മേടിക്കുന്നവർ ഒന്നും മാറ്റിവെക്കാത്തവരാണ് പലരും. അതെ. അവർക്കൊക്കെ ഒരു പാഠമാണ് താങ്കൾ. ഓക്കെ നിസാറുദ്ദീൻ, താങ്കളുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരൂ ഞങ്ങളുടെ വാട്സാപ്പിൽ കേട്ടോ. പലരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോഴാ ഒരുപാട് ആൾക്കാർ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് കോൾസ് മാത്രമല്ല, ഇപ്പൊ വാട്സാപ്പിലും ഒരുപാട് ആൾക്കാർ ഇന്നലെ തുടങ്ങി, കഴിഞ്ഞ മാസം തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക്. അതെ, എനിക്ക് സാറേ ഈ പ്രോഗ്രാമിൽ കൂടെ പറയാനുള്ളത്, ഇപ്പൊ നാടുകളിലേക്ക് വന്ന ഒരു 20-25 വയസ്സ് ആയ എല്ലാ സഹോദരങ്ങളും ഈ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടണമെന്നാണ് പറയണത്. ഞാൻ എനിക്കിപ്പോ 38 വയസ്സായി. ഇപ്പൊ ഞാൻ ഈ 15 വർഷമായി ഇവിടെ വന്നിട്ട്, എനിക്ക് എന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി, സഹോദരങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ഈ 15 വർഷം ജീവിച്ചത്. എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. എനിക്ക് അതിൽ യാതൊരു ദുഃഖവും ഇല്ല. പക്ഷേ
മറ്റുള്ളവർ ഇനി ഇത് മുൻതുടർന്ന് പോകണമെന്നാണ് എനിക്ക് ഈ പ്രോഗ്രാമിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും നിസാറുദ്ദീനോട് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ കെ വി ഷംസുദ്ദീനും ഞാനും കൂടി ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞു. അപ്പോ 21 എന്ന് പറഞ്ഞ 20ാമത്തെ. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തി തുടങ്ങിയത്. ഞാൻ എന്റെ 2 മക്കളുടെയും പേരിൽ കുറെ വർഷങ്ങളായി നിക്ഷേപം നടത്തുന്നുണ്ട്. അതിപ്പോ വലിയൊരു തുകയായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. അത് ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അവർ രണ്ടുപേരും അതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അത് വലിയൊരു തുകയായിട്ട് മാറി. ഞാൻ വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് എല്ലാ മാസവും അവരുടെ പേരിൽ നിക്ഷേപിച്ചിരുന്നത്. അതൊരു വലിയ തുകയായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിൽ ഒരു തുകയായിട്ട് മാറി എന്നുള്ളത് ശരിക്കും എനിക്ക് മാത്രമല്ല രമേശ് ജി, ഏറ്റവും മഹത്തായ കാര്യമാണ് താങ്കൾ ചെയ്തു കൊടുത്തത്. ആ മക്കള് ഇപ്പൊ പഠിച്ചു, ജോലിയിൽ പ്രവേശിച്ചപ്പോ ഇപ്പൊ അവരും ചെയ്തു തുടങ്ങി. അല്ല, അവര് പറഞ്ഞു അവരിപ്പൊ അങ്ങനെ ഒരു പ്രോഫിറ്റ് ചെയ്തു തുടങ്ങുകയാണ്. അതെ, അങ്ങനെ ഒരു പ്രോഫിറ്റ് അവരുടെ കയ്യിൽ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഫണ്ടുകളിൽ ഞങ്ങൾ ചേരും എന്നാണ് ഇപ്പൊ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പൊ ഒന്ന് ആലോചിച്ചു, കൊച്ചു പ്രായത്തില് 22 24 വയസ്സായിട്ടുള്ള മക്കളാണ്. അവരിപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം എത്ര ശോഭനമായി തീരും എന്നൊന്ന് ആലോചിച്ചു നോക്കുക. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മളെല്ലാ കുട്ടികളിലും അങ്ങനെ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുന്ന നല്ലതാ, സമ്പാദ്യശീലം. അത് ഏത് രീതിയിലായാലും. ഇപ്പത്തെ വെറും 5000 റുപ്യ നിക്ഷേപിച്ചിട്ടുള്ള എന്റെ ഫാമിലിയിലുള്ള പെട്ട കുട്ടികളുടെ പേരിൽ ചെറിയ 5000 റുപ്യ നിക്ഷേപിച്ച് ഞാനിപ്പോ അടുത്ത ദിവസം നോക്കുമ്പോൾ 25-ൽ കൂടുതലായിരിക്കും, 25,000 റുപ്യയിൽ കൂടുതലായിരിക്കും കുറഞ്ഞ കാലം കൊണ്ട്. ഒരിക്കലും 5 ഇരട്ടി ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത് 30 ആയിട്ടുണ്ടാവും. കാരണം ഒരു മാസം മുമ്പാണ് ഞാനത് നോക്കിയത്. അതെ. അപ്പൊ നമ്മുടെ മക്കളുടെ പേരില് ഇങ്ങനെ ചെറിയ സംഖ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ അവര് വളർന്നു വരുമ്പോ അവരായിട്ട് അത് ആരംഭിക്കും, അവര് തുടരും. അതെ, ഓക്കെ സാർ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. തീർച്ചയായിട്ടും. നിസാറുദ്ദീൻ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരും കേട്ടോ. 050-482-1476. ഓക്കെ സാർ, ഡീറ്റെയിൽസ് അയക്കാം സാർ. ഓക്കെ. അടുത്ത ശ്രോതാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ധാരാളം ശ്രോതാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കോഴ്സും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പറ്റാവുന്നത്ര നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഹലോ, എന്റെ പേര് നൗഷാദ്. പറയൂ. നൗഷാദ്, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഷാർജയിൽ നിന്നാണ്. എത്ര വർഷമായി ഷാർജയിലും വിദേശത്തായിട്ട്? 17-18 വർഷമായി. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെ സമ്പാദിക്കുന്നൊക്കെ ഉണ്ടോ? സമ്പാദ്യമൊന്നുമില്ല സാറേ. ജോലി ഉണ്ടല്ലോ? ജോലി ഉണ്ട്. ജോലി നഷ്ടപ്പെട്ടു, പിന്നെ ഇപ്പൊ വീണ്ടും ഒരു ജോലി ശരിയായി. ഇപ്പൊ ജോലി ഉണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു, ജോലി ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു മഹത്തായിട്ടുള്ള കാര്യമില്ല നൗഷാദ്. അപ്പോ ദൈവം നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇത് രണ്ടും. ആ സ്ഥിതിക്ക് ഇനിയെങ്കിലും ആ അവസ്ഥ മാറണം. നിർബന്ധപൂർവ്വം 3 ആളുകൾ വിളിച്ചു പ്രതിജ്ഞ ചെയ്തു എന്നതുപോലെ താങ്കൾ ഒരു തീരുമാനം എടുക്കുക. ശമ്പളം കിട്ടുന്ന എത്രയാണോ അതിൽ നിന്ന് 20% മാറ്റിവെക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. എന്നാൽ അതന്നങ്ങ് പറഞ്ഞോളൂ, കൂടുതൽ സമയം കളയണ്ട. ഇനി അങ്ങോട്ട് എന്റെ ശമ്പളത്തിൽ നിന്നും ഒരു 20% ഇൻഷാല്ലാ ഞാൻ മാറ്റിവെക്കാന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വെരി ഗുഡ്. ഇങ്ങോട്ടുള്ള ജീവിതം എന്തെങ്കിലും നമുക്കൊന്ന് സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം. ഇതുവരെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. നിസാർ പറഞ്ഞതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചു. അപ്പൊ താങ്കൾക്ക് നിഷ്പ്രയാസം അത് സാധിക്കും. അത് മാത്രമല്ല, എനിക്ക് പറയാം, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, താങ്കൾ ഇപ്പോ 20% മാറ്റിവെക്കുന്നു പറഞ്ഞ താങ്കൾ ഈ വർഷം അവസാനമാകുമ്പോഴേക്ക് അതിൽ എത്രയോ കൂടുതലായിരിക്കും ഇതില് മാറ്റിവെക്കുന്നത്. എന്റെ അനുഭവം അങ്ങനെയാണ്. വളരെ ചെറിയ സംഖ്യക്ക് തുടങ്ങിയപ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയാണ് സാധിക്കുന്നത്. അപ്പൊ അതിൽ കൂടുതലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആവും. അതുകൊണ്ട് താങ്കളുടെ ഒപ്പം ധാരാളം ആളുകൾ താങ്കളുടെ ഒപ്പം തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവും. അവരെ പോലെ അവർക്കും താങ്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അടുത്ത ശ്രോതാക്കളിലേക്ക് പോകാം. ഞാൻ സാറായിട്ട് ബന്ധപ്പെടുന്നുണ്ട് കേട്ടോ. ബന്ധപ്പെടും. വേണ്ട എല്ലാ സഹായങ്ങളും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഓക്കെ. ഹലോ, റേഡിയോ വോളിയം ഒന്ന് കട്ട് ചെയ്യൂ. ആരാ സംസാരിക്കുന്നേ?
നമസ്കാരം, എന്റെ പേര് ശിവകുമാർ. ശിവകുമാർ പറയൂ. ശിവകുമാർ പറഞ്ഞോളൂ, നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ. ഞാൻ കുറെ നേരം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എവിടുന്ന വിളിക്കുന്നത് ശിവകുമാർ? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത് സാറേ. ഓക്കെ, പറയൂ. ഞാൻ ഏകദേശം വന്നിട്ട് ഇപ്പോ ഒരു 20 വർഷമായി. എന്താ സമ്പാദ്യമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, അതന്നെ കുറെ കാലങ്ങളെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം കേൾക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല അങ്ങോട്ട് മുന്നേ. അല്ല, ഇപ്പോ 4 പേര് നമ്മുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തു. അത് കേട്ട് കഴിഞ്ഞപ്പോ താങ്കൾക്കും തോന്നുന്നില്ലേ ചെയ്യാമെന്ന്? തീർച്ചയായിട്ടും. ശിവകുമാർ വരുമാനത്തിൽ നിന്ന് എത്രയാണ് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നത്? 30%, 20%, 30%? 20% എങ്ങനെയും മാറ്റി വെക്കണം എന്നുണ്ട്. അത് അന്നങ്ങ് പ്രതിജ്ഞ വന്നോട്ടെ. 2500 ശമ്പളം പറയില്ല, അതേ കാറ്റഗറിയിൽ പെട്ടാണ് നമ്മള്. അതെ, അപ്പൊ നമ്മളൊക്കെ തന്നെ സമ്പാദ്യമൊന്നും ഇല്ല. അത് സമ്പാദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം. സമ്പാദിക്കുക എന്ന് പറയുന്നത് ചെലവ് കഴിച്ച് ബാക്കി വരുന്നതല്ല സമ്പാദ്യം. സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ ആദ്യം മാറ്റിവെച്ച് ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ചെലവ് ചെയ്യാണ് വേണ്ടത്. എന്നാലേ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മുടെ ചെലവുകളെല്ലാം അവസാനിച്ച് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരാൾക്കും സമ്പാദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശിവകുമാർ ചെയ്യേണ്ടത്, എത്രയാണ് ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹത്തിനെ പോലെ 1000 ദിർഹം മാറ്റി വെക്കാൻ സാധിക്കുമോ? 1000 പറ്റുമോ? 20%. അതെ, കുറച്ച് കടങ്ങളുണ്ട് സാർ, അതാണ് കുറച്ച് കടങ്ങൾ. അപ്പൊ ഒരു 500 ദിർഹമേ പറ്റുള്ളൂ. 500 ദിർഹമേ പറ്റത്തുള്ളൂ. എന്നാൽ അതങ്ങ് എല്ലാവരും കേൾക്കട്ടെ. ശിവകുമാർ ഒന്ന് പറഞ്ഞാട്ടെ. ഞാനിപ്പോ എല്ലാവരെ പോലെ ഞാനിപ്പോ എല്ലാവരും പ്രതിജ്ഞ ചെയ്ത മാതിരി ഞാനും പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ ഈ മാസം തൊട്ട് എന്തെങ്കിലും നമുക്കായിട്ട് കരുതാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയൂ. ഞാൻ ഇത്രയും ചെയ്യുന്നു. 20% എന്റെ ശമ്പളത്തിൽ നിന്ന് 20% ഞാൻ ഈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്രതിജ്ഞ എടുക്കാം ഞാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ആളുകൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവും. താങ്കൾ എന്നെ ബന്ധപ്പെടുക. അത് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രീ കെ വി ഷംസുദ്ദീനെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 05064678001. വാട്സാപ്പിലാണ് അദ്ദേഹത്തെ ബന്ധപ്പെടേണ്ടത്. 05064678001.